ബദ്ലഹേം കുടുംബ യൂണിറ്റ്. അങ്കമാലി പരിസരങ്ങളിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. ബദ്ലഹേം കുടുംബ യൂണിറ്റ്. ആ കിടിലം പടം അല്ലേ, കിടിലം പടം. എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഈ പാട്ട് വെക്കാതിരിക്കാൻ പറ്റിയില്ല. ഇത് ശരിക്കും എൻ്റെ തൊട്ടടുത്ത് നടന്നൊരു കഥ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പടം ഷൂട്ട് ചെയ്തേക്കുന്നത് മൊത്തം തൊട്ടടുത്താണ്. ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനൊക്കെ ഞാൻ ഷൂട്ടിങ് പോയി കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ പോരാത്തതിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം പോയിരിക്കുന്ന, ചായ കുടിക്കുന്ന, രണ്ടെണ്ണം അടിക്കുന്ന സ്പോട്ടുകളൊക്കെയാണ് ഇത്. ഭയങ്കര ഒരു രസമായിരുന്നു. പോരാത്തതിന് കോയിൻസിഡൻസ്ലി നിവിൻ ഗോവയെ വരെ പോകുന്നുണ്ട്. ഗോവയിൽ പോകുമ്പോൾ എവിടെ ഇരുന്നിട്ടാണോ വെള്ളം അടിക്കുന്നത് അതേ സ്പോട്ടിൽ ഒരു 1-2 കൊല്ലം മുമ്പ് കറക്റ്റ് അതേ സ്പോട്ടിലിരുന്ന് ഞാനും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് പലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കണക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കണക്ഷൻ. ഈവൻ ജിസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ എൻ്റെ അടുത്ത് വളരെ കണക്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ തന്നെ സ്ക്രീനിൽ വന്ന് നിൽക്കണ പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അത്രയും സെറ്റപ്പായിട്ടാണ് നിവിൻ പോളി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് ഇത് കേക്ക് വാക്കാണ്, ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ മമിത വളരെ സെറ്റപ്പായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ആ ഒരു കുറച്ച് ടൈമിൽ ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ ഒരു 20s ആ ഒരു ഇത് കാണിക്കുകയും പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു കുറച്ച് നാൾ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് അത്യാവശ്യം മെച്യൂറായിട്ട് വന്നൊരാൾ വന്ന പോലെ തന്നെ ഈവൻ ഡ്രസ്സിങ് ആയിക്കോട്ടെ, സംസാരം ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നും. അതൊക്കെ കിടിലം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. നമ്മൾ ഇതുപോലത്തെ പടങ്ങളിലേക്ക് വരുമ്പോൾ, കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ടിങ് പലരും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ഇതൊന്നും അത്ര എളുപ്പത്തിൽ കിട്ടുന്ന പരിപാടികളല്ല. ഇതൊക്കെ വളരെ ചിന്തിച്ച് ചെയ്തുകൊണ്ടാണ്. ശരിക്കും വീഡിയോൻ്റെ തുടക്കത്തിൽ ഒരു പാട്ട് കേൾപ്പിച്ചല്ലോ, അതുപോലെ ഒരു 2-2.5 മണിക്കൂറുള്ളൊരു കിടിലൻ 90s 80s ഉള്ളൊരു കിടിലൻ ഉസൈപ്പച്ചനൊക്കെ സംഗീതം ചെയ്ത പോലത്തെ ഒരു പാട്ട് കേട്ട പോലെയാണ് എനിക്ക് പടം കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീല് കിട്ടിയത്. ശരിക്കും എനിക്ക് ആ വേൾഡിൽ നിന്ന് ഇറങ്ങി വരാനേ തോന്നിയിട്ടുള്ളത്. അതിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ഒരു ഡിപ്രഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കര സങ്കടമായിപ്പോയി പടം കഴിഞ്ഞപ്പോൾ. കാരണം ആ ഒരു വേൾഡിൽ നിന്ന് എനിക്ക് ഇറങ്ങി വരാനേ തോന്നുന്നില്ല. അത്രയും നല്ല സ്വീറ്റായിട്ടുള്ളൊരു വേൾഡ്, അത്രയും കിടിലൻ ക്യാരക്ടേഴ്സ്, ആ ഒരു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ടൈപ്പ് ജീവിതങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഒരു സ്വീറ്റ് സംഭവം. പിന്നെ ഗിരീഷേടിനെ പറ്റിയൊന്നും പറയണ്ടല്ലോ. പുള്ളി എത്ര തവണ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പുള്ളിക്ക് പറ്റുന്ന പരിപാടിയാണിത്. ഒരു ന്യൂ ടൈപ്പ് സത്യനന്ദിക്കാട് ടൈപ്പ് സാധനങ്ങളൊക്കെ, എന്നാലും അതുപോലത്തെ സംഭവം ഒന്നല്ല, വ്യത്യാസങ്ങളുണ്ട്. അതുപോലത്തെ സാധനം, അതും കുറേ സംഭവങ്ങൾ പുള്ളി വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കഥയുടെ POV മിക്കതും ആ ഒരു മമിത ബൈജുവിൻ്റെ ക്യാരക്ടർ ആഷ്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഇഷ്ടമെന്ന് പറയുന്നതും ആഷ്ലി എന്ന് പറയുന്ന ഒരു പെങ്കുച്ചിനോടാണ്. അതുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ വളരെ ഫ്രഷ് ഓൺ ടേക്കായിരുന്നു, അത് സെറ്റപ്പായിരുന്നു. ഈവൻ ഇൻ്റർവെൽ സീൻ നിങ്ങൾ ഇപ്പോൾ പടം കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. ഇൻ്റർവെൽ സീൻ വൺ ഓഫ് ദ ബെസ്റ്റ്, മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രപ്പോസൽ സീൻസ് ആയിരിക്കും. ആ ഒരു സീനും അതിൻ്റെ ഋതവും ആ ഒരു പോകുന്നതും എന്നിട്ട് ഇൻ്റർവ്യൂവിൽ നീതി കാണിക്കുന്നത്, അതൊക്കെ പീക്ക് സംഭവം. എനിക്കത് പറയാൻ പറ്റണില്ല. കാരണം അത്രയും നല്ലൊരു സംഭവമാണ് പുള്ളി നമുക്കായിട്ട് തന്നിട്ടുള്ളത്. മാക്സിമം തിയേറ്ററിൽ പോയി കാണാം. OTT തിരിഞ്ഞു പോലും നോക്കരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അത്രയും ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് അത് കാണുമ്പോൾ ശരിക്കും എന്തോ എനിക്ക് എൻ്റെ പടം ഇറങ്ങി റിലീസായി ഹിറ്റായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അത്രയും കണക്ഷനായിരുന്നു. അതായത് നമ്മൾ ഈ ഷൂട്ടൊക്കെ ചെയ്തത് നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മുടെ പടമാണത്. അതുപോലെ ഇതിൻ്റെ ഷൂട്ടിങ് കാണാൻ പോയപ്പോഴും ഒരുപാട്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 1-2 സെക്കൻഡൊക്കെ നമ്മൾക്ക് സെക്കൻഡിൻ്റെ ഷോട്ട്സൊക്കെ ആയിരിക്കും ഇവിടെ എടുക്കുക. ഇത് ഇത്രയും പണി എടുത്തിട്ടുണ്ടോയെന്ന് ആ ഒരു ഭയങ്കര കീ എലമെൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നമ്മുടെ ഇവിടെ അടുത്താണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നട്ടപ്പായിരിക്കും ഞാൻ പോയി ഇരുന്ന് കണ്ട് സീൻ അതൊക്കെ എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊന്നെ. അത് പോരാത്തതിന് മമിത ബൈജുവിനൊന്ന് മുട്ടാൻ നമ്മൾ അപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരവൻ്റെ സൈഡിലൊക്കെ പോയി ഞാൻ അങ്ങനെ കറങ്ങി അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി കണ്ട് പോടാ എന്ന് പറഞ്ഞ് ഓടിച്ച് വിട്ടു. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി മമിത ബൈജുവിനെ കാണാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി. പുള്ളിക്കാരി വരുന്ന ടൈമിലൊന്നും ഞാൻ ഉണ്ടാവാറില്ല. ഞാൻ വരുമ്പോൾ ഫുള്ള് വിനിയും ബോളി ഇവരൊക്കെ ആർക്കെ കാണണം. പക്ഷേ സീൻ പടം എന്ന് വെച്ചാൽ എനിക്കത്
എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്രയും നല്ലൊരു സിനിമ, ഇത്രയും നല്ലൊരു സിനിമ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടേ ഇല്ല. പ്രത്യേകിച്ച് തിയേറ്ററിൽ എന്ത് രസമായിട്ടാണ് ഓരോ ഫ്രെയിംസും ഓരോന്നും, ഈവൻ കഥ വരെ ഭയങ്കര സെറ്റപ്പ്. ഒരു ആന മയിലൊട്ടകം പരിപാടി ഒന്നുമില്ല, ചെറിയൊരു പരിപാടി, ചെറിയ റോം കോം പരിപാടി. റോം കോം എന്ന് വെച്ചാൽ തന്നെ നിവിൻപോളിയുടെ സ്ട്രോങ് സോൺ. ആ പുള്ളിയിൽ, ആ സംഭവത്തിൽ പുള്ളീനെ വെട്ടിക്കാരുമില്ല. അതിലാണ് പുള്ളിയാണ് കിങ്. അങ്ങനത്തെ ഒരു സംഭവം പോലെ തന്നെ ഗിരീഷ് ഏടി ഈ പരിപാടിയുടെ കിങ് ആണ്. അത് ഓൾറെഡി പ്രൂവ് ചെയ്തു. രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത് വരുമ്പോൾ വേറെ ലെവലൊരു സാധനമാണ്. എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്ത് രസമുള്ളൊരു പടം. പാട്ട് ഒട്ടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പടം എടുക്കണം, ഇതുപോലത്തെ അഭിനയിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പടം അഭിനയിക്കണം. കാരണം അതുപോലെ എനിക്ക് തോന്നിപ്പോയി. എന്ത് കിട്ടില്ല, ഇതുപോലത്തെ പടം എടുത്തില്ലെങ്കിൽ ഞാനൊക്കെ ജീവിക്കുന്നതിനാ. എനിക്ക് മനസ്സിലായി ഇതൊരു റിവ്യൂ കാര്യമൊന്നുമല്ല. ഞാനിത് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇത് റിവ്യൂ അല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഒരിക്കലും ഒരു പടത്തിൻ്റെ റിവ്യൂ അല്ല പറയാറ്. ഞാൻ അതിൻ്റെ ഒരു കഥാർസിസാണ് പറയാറ്. ആ പടം കണ്ടിട്ട് എനിക്ക് എന്താ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാറ്. ആ ഫീലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫീലിംഗ് ഇപ്പോൾ ഇതുപോലെയാണ്. എനിക്കെന്നെ മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ ഭയങ്കര ഒരു മിക്സഡ് ഇമോഷൻ. അവിടെ നിന്ന് ഓരോന്ന് വരുന്നു. ഈ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ കുറേ മണിക്കൂറുകളായി ഞാൻ പടം കണ്ടിറങ്ങിയിട്ട്, എന്നിട്ടും ഇതിങ്ങനെ തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ വേൾഡ് അത്രയും ഇറങ്ങി വരാൻ പറ്റുന്നില്ല, സങ്കടമായി പോകുന്നു. കാരണം അത്രയും നല്ലൊരു വേൾഡും ക്യാരക്ടേഴ്സും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിയാലിറ്റി ഇതുപോലൊന്നും അല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു. എന്തായാലും എന്ത് ബ്യൂട്ടിഫുൾ ക്യാരക്ടേഴ്സ്, ബ്യൂട്ടിഫുൾ വേൾഡ്. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തും കൂടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നു. എന്താണ് നിങ്ങൾക്ക് ഫീൽ ആവുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു മാജിക്കാണ്. ഇതൊരു സം കൈൻഡ് ഓഫ് മാജിക്കാണ്. ഇത് സ്ക്രീനിൽ എന്തോ ഒരു മാജിക്ക് ചെയ്യുന്നുണ്ട്. വലിയ പരിപാടിയോ കാര്യമൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് ഒരാളുടെ പ്രേമം, ഒരു പോയിന്റിലുള്ള ഒരു പ്രേമം, അത്രേ ഉള്ളൂ. അത് ജയിക്കുന്നുണ്ടോ ഇല്ലയോ അതാണ് കഥ. പക്ഷെ അതെന്ത് സെറ്റപ്പായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ശ്രീനിവാസനൊക്കെ പണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രേമം എപ്പോഴും പൈങ്കിളിയാണ് എന്താണെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം കൊടുത്ത ആ ഒരു കറക്റ്റ് സംഭവം പിടിച്ചാൽ ഭയങ്കരമായിട്ട് വർക്കൗട്ടാവും റോം കോം എന്ന് പറയുന്ന സാധനം. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി വേണം 100, 120, 200 എത്ര കോടി വേണമെങ്കിലും ഇത് അടിക്കും. കാരണം ആൾക്കാർ ഇത് പോയി കാണും. അത് ഏത് ഭാഷയിൽ ഇറങ്ങിയാലും കാണും. കാരണം ഇത് പോയി കാണും, അതൊരു മാജിക്കാണ്. എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സാധനം. ഫുൾ ഫാമിലി ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ പാക്ഡായിട്ടിരിക്കുന്ന ഒരു തിയേറ്ററിലാണ് ഞാൻ പോയത്. ഈ ഫാമിലിയോടൊപ്പം പടം കാണാമെന്ന് വെച്ചാൽ അത്ര സുഖമുള്ള പരിപാടിയല്ല. കാരണം വലിയ കാര്യമായിട്ട് നമ്മൾ സാധാ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഓളോ കയ്യടിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഫാമിലി ഓഡിയൻസിൻ്റെ. അവർ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുള്ളൂ. പക്ഷേ ഇത് പടം കഴിഞ്ഞ് അപ്പ ചിരികളുണ്ടായിരുന്നു, കയ്യടികളുണ്ടായിരുന്നു. പടം കഴിഞ്ഞ് ഗിരീഷ് ഏടിന്ന് കണ്ടപ്പോൾ കയ്യടിച്ചു, ഭയങ്കര കയ്യടി. അത് കുറേ നാളിന് ശേഷം ഞാൻ അങ്ങനൊരു കയ്യടി കാണുന്നത്. ഈ ജസ്റ്റ് ഡയറക്ടറിൻ്റെ പേര് എഴുതി കാണിക്കുമ്പോഴുള്ള കയ്യടി. എന്ത് രസമാണ്. ഇതുപോലത്തെ ഒക്കെ പടം എടുക്കണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാ മച്ചൂസ് ജീവിച്ചിരിക്കുന്നേ.